യുദ്ധത്തിൻ്റെ ശബ്ദങ്ങളാണ് ലോകമെങ്ങും. ഒപ്പം സമാധാനത്തിനായുള്ള മുറവിളികളും. 98-ാം ഓസ്കാർ പുരസ്കാരവേദിയിലും സ്ഥിതി വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. കാരണം ഇത്തവണ ഓസ്കാർ നോമിനേഷനുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന സിനിമകളിൽ ഏറെയും സംഘർഷാത്മകമാണ്. നാളെ പുലർച്ചെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പ്രധാന വിഭാഗങ്ങളിലെ ഓസ്കാറിന് ഏറ്റവും സാധ്യതയുള്ള 5 ചിത്രങ്ങളെ നോക്കാം. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, സിന്നേഴ്സ്, ഹാംനെറ്റ്, സെൻറ്റിമെൻ്റൽ വാല്യൂ, കെപ്പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ്. ഇവയാണ് ആ 5 ചിത്രങ്ങൾ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പേര് പോലെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഒരു പിതാവിന് നേരിടേണ്ടി വരുന്ന യുദ്ധങ്ങളുടെ കഥയാണിത്. വിപ്ലവമാണ് വഴി എന്ന മുദ്രാവാക്യവുമായി സംഘർഷങ്ങളിൽ നിന്നും സംഘർഷങ്ങളിലേക്കായി പാറ്റിൻ്റെയും കാമുകി പെർഫിയുടെയും സുഹൃത്തുക്കളുടെയും യാത്രകൾ. ഫ്രഞ്ച് 75 എന്ന വിപ്ലവ സംഘടനയിലെ അംഗങ്ങളായിരുന്നു അവർ. കുഞ്ഞു ജനിച്ചതിന് പിന്നാലെ പാറ്റ് വിപ്ലവത്തെ പാതി കൈവിട്ടിരുന്നു. എന്നാൽ പെർഫിഡയ്ക്ക് അത് സ്വീകാര്യമായില്ല. അവൾ $21 കോടി മുടക്കിയ ലിയനാർഡോ ഡികാപ്രിയോ ചിത്രം ബോക്സ് ഓഫീസിൽ തളർന്നെങ്കിലും ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓസ്കാറിൽ 13 നോമിനേഷനുകളുമായി മുന്നിലുണ്ട്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാറിന് ഏറ്റവും സാധ്യതയുള്ള സിനിമയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. സിന്നേഴ്സ്. ഞങ്ങളെ അവർ കൊല്ലും, ദയവ് ചെയ്ത് രക്ഷിക്കണം. വാതിൽക്കൽ വന്നു കരഞ്ഞ ആ യുവാവിനെയും യുവതിയെയും വീട്ടിലേക്ക് ക്ഷണിക്കാതെ വേറെ വഴിയില്ലായിരുന്നു ആ കർഷക ദമ്പതികൾക്ക്. എന്നാൽ വീടിനകത്തെത്തിയ അവരുടെ വിധം മാറുന്നു. രക്തദാഹികളായ വാമ്പയറുകളായി മാറി. ഇതൊരു വശത്ത് നടക്കുമ്പോൾ മിസിസിപ്പിയൻ സ്മോക്ക് സ്റ്റാക്ക് ഇരട്ടകൾ കറുത്ത വർഗ്ഗക്കാരായുള്ള ഒരു ജൂക്ക് ജോയിൻ്റ് തുടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. പാട്ടും നൃത്തവും മദ്യവും ചൂതാട്ടവുമെല്ലാമായി ആഘോഷത്തിന് ഒരിടം വേണം, അതുവഴി വരുമാനവും. അങ്ങനെയാണ് ജൂക്ക് ജോയിൻ്റ് തുടങ്ങിയത്. അവിടേക്ക് പാട്ടുകാരനായി കസിൻ സാമിയെയും ക്ഷണിച്ചിരുന്നു. സാമിയും സംഘവും സൃഷ്ടിച്ച അസാധാരണമായ സംഗീതത്തിൽ ആകൃഷ്ടരായി ആ ജോയിൻറ്റിൻ്റെ വാതിൽക്കലും വാമ്പയേഴ്സ് എത്തി. ഇത്തരത്തിലാണ് സിന്നേഴ്സിൻ്റെ കഥ നീങ്ങുന്നത്. 16 നോമിനേഷനുകളുമായി റെക്കോർഡിട്ടാണ് ഓസ്കാറിലേക്കുള്ള ചിത്രത്തിൻ്റെ വരവ്. ഹാംനെറ്റ്. കാട്ടിൽ വച്ചായിരുന്നു അവർ കണ്ടുമുട്ടിയത്. വന്യമായിരുന്നു അവരുടെ പ്രണയം. എന്നാൽ ആഗ്നസും വില്യമും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം സൗമ്യമായിരുന്നു. ആദ്യം സൂസന്ന എന്ന ഓമനക്കുഞ്ഞ് ജനിച്ചു. പിന്നീട് ഹാംനെറ്റ്, ജൂഡിത്ത് എന്നീ ഇരട്ട കുട്ടികളും. അതിനിടെ ജോലി തേടി വില്യം ലണ്ടനിലേക്ക് പോകുന്നു. ലോകത്തെ നടുക്കിയ പ്ലേഗ് പടർന്ന കാലമായിരുന്നു അത്. ജൂഡിത്തിനും പ്ലേഗ് ബാധിച്ചു. എന്നാൽ ഇരട്ടകളായ ഹാംനെറ്റിനും ജൂഡിത്തിനും ഒരു കളി വശമുണ്ടായിരുന്നു. ഒരുപോലെ ഇരിക്കുന്നതിനാൽ ഇരുവരും പരസ്പരം പേരുമാറി അമ്മ ആഗ്നസിനെ വരെ പറ്റിക്കുമായിരുന്നു. അത്തരമൊരു കളി അവർ മരണത്തോടും കളിച്ചു. ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ജെസ്സി ബെക്ലിക്ക് മികച്ച നടിക്കുള്ള ഓസ്കാർ ഉറപ്പു നൽകുന്ന ചിത്രമാണ് എന്നാണ് ഇതിന് വരുന്ന റിപ്പോർട്ടുകൾ. സെൻറ്റിമെൻ്റൽ വാല്യൂ. ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ പിതാവ് സംവിധായകനായ ഗുസ്താവ് ബോർഗ്. വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വരുന്നു. ഭാര്യ സിസൽ അതിനോടകം മരിച്ചിരുന്നു. മക്കളായ നോറയും ആഗ്നസുമാകട്ടെ അയാളുമായി അകന്ന നിലയിലും. ഗുസ്താവ് തിരിച്ചു വന്നതിലും ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഈ പഴയ പോലൊന്നും സിനിമകൾ കിട്ടുന്നില്ല, ജീവിക്കാനേറെ ബുദ്ധിമുട്ട്. ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥ നീങ്ങുന്നത്. സെൻറ്റിമെൻ്റൽ വാല്യൂവിന് 9 നോമിനേഷനുണ്ട്. ഇതിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം ഏറെക്കുറെ ഉറപ്പിക്കും വിധമാണ് ഈ ഗംഭീര സിനിമ. കെപ്പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ്. പ്രേതങ്ങളെ പാട്ടുമായി ബന്ധിപ്പിച്ചു പീഡിപ്പിക്കുകയാണ് സിന്നേഴ്സ് ചെയ്തത്. മനുഷ്യൻ്റെ ആത്മാവിനെ വലിച്ചെടുത്ത് രാജാവാജ്യമാരിക്ക് സമ്മാനിക്കുന്ന ചെകുത്താന്മാരുടെ കഥയാണ് കെപ്പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ്. അല്ല, ആ ചെകുത്താന്മാരെ നശിപ്പിക്കാനെത്തുന്ന 3 കെപ്പോപ്പ് ഗായികമാരുടെ കഥ. ഓരോ കാലത്തും മനുഷ്യരുടെ ആത്മാവിനെ പിടിച്ചടക്കാനായി പിശാചുകളെത്തും. എന്നാൽ പാട്ടിലൂടെ അവരെ തടഞ്ഞ് മനോഹര ശബ്ദത്തിലൂടെ ഹോൺമൂൺ എന്ന അദൃശ്യ രക്ഷാകവചം സൃഷ്ടിച്ച് മനുഷ്യനെ രക്ഷിക്കുന്ന 3 ഗായികമാരും ഓരോ കാലത്തുണ്ടാകും. ഈ തീമിൽ നീങ്ങുന്ന കഥയാണ് കെപ്പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ചിത്രത്തിനും ഒറിജിനൽ സോങ്ങിനുമുള്ള നോമിനേഷൻ ലഭിച്ച ചിത്രം ഓസ്കാർ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധ്യതയുണ്ട്.